സത്യത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെക്കാളും ഭയങ്കരമായിരുന്നു 42ാം ഭരണഘടനാ ഭേദഗതി. അത് വെറുതെ ഇങ്ങനെ ദോശ ചൂടുന്ന പോലെയാണ് ഈ ഭേദഗതി ഉണ്ടാക്കിയത്. ആദ്യം തന്നെ കോൺഗ്രസ് പാർട്ടി ഇന്ത്യൻ ഭരണഘടന എങ്ങനെ നന്നാക്കിയെടുക്കാം എന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ സർദാർ സുരൺ സിംഗ് അധ്യക്ഷനായ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ഈ കമ്മിറ്റി നല്ലപോലെ പഠിച്ച് അതിമനോഹരമായ ഒരു ഉപന്യാസം എഴുതിയിട്ട് ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് സമർപ്പിച്ചു. ഇന്ദിരാഗാന്ധി ഉടനെ തന്നെ പാർലമെൻറ്റ് വിളിച്ചു. രാവിലെ ഈ ഭേദഗതി ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഉച്ചയാകുമ്പോഴത്തേക്കും അത് പാസ്സാക്കി. അതിന് എതിർത്ത് കൂട്ടിയാൽ 1-1.5 ആൾക്കാരെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവർക്ക് ജയിലില്ല. പ്രതിപക്ഷന്മാർ കൂടെ ജയിലിൽ കിടക്കുമ്പോഴാണ് ഈ ഭേദഗതി. അത് ഉച്ചയ്ക്ക് ശേഷം രാജ്യസഭയിൽ അവതരിപ്പിച്ചു. അവർ കൈയടിച്ച് പാസ്സാക്കി. അവിടെ ഇതുപോലെ എതിർക്കാനും ഉണ്ടായിരുന്നു. എതിർക്കേണ്ടവരൊക്കെ ജയിലില്ല. അതിൻ്റെ പിറ്റേ ദിവസം രാജ്യത്തെ വിവിധ സംസ്ഥാന നിയമസഭകൾ വിളിച്ചു. എല്ലായിടത്തും കോൺഗ്രസിന് ഭൂരിപക്ഷം. തമിഴ്നാട്ടിലും കഷ്ടിച്ച് കേരളത്തിലും വിളിച്ചു. ബാക്കി മുഴുവൻ കോൺഗ്രസ്. ഉടനെ തന്നെ നിയമസഭകൾ കൈയടിച്ച് പാസ്സാക്കി. 42 എന്തായിരുന്നു, ഭേദഗതി എന്തായിരുന്നു, അതിലെന്താ എഴുതിയേക്കുന്നതൊന്നും ആർക്കും അറിയില്ല. ആരും വായിച്ചു നോക്കിയില്ല. ഇത് ആവശ്യമില്ല. ഇന്ദിരാഗാന്ധി ഒരു ഭേദഗതി ഉണ്ടാക്കും, നമ്മൾ അംഗീകരിക്കും, അത്രേ ഉള്ളൂ. ഇന്ദിരാഗാന്ധി ഏതൊക്കെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അതുകൊണ്ട് ഇതും അങ്ങനെ തന്നെ നടന്നു. ഈ ഭേദഗതി പാസ്സായി. രാഷ്ട്രപതി അതിനകത്ത് തുല്യം ചാർത്തി ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു. അതുകൊണ്ട് ഭരണഘടനാ ഭേദഗതി നടപ്പായി. ആ ഭേദഗതി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ആലുവ മുനിസിപ്പലിൻ്റെ പവർ പോലും ഉണ്ടാകും. ആലുവ മുനിസിപ്പലിറ്റിയോ പറവൂർ സബ് ജഡ്ജിയോ അധികാരം പോലും സുപ്രീം കോടതിക്ക് ഇല്ലാതാവുമായിരുന്നു. കാരണം അത്ര രസകരമായ ഒരു ഭേദഗതിയാണ് അന്ന് നമ്മുടെ ഇന്ദിരാജിയും സംഘവും ചേർന്ന് പാസ്. അപ്പോൾ ഈ 42ാം ഭേദഗതി 76-ലാണ്. അതിൻ്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിലാണ് നമ്മുടെ രാഹുൽജിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടി ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത് ചീഫ് ജസ്റ്റിസിന് പരാതി എഴുതി വെച്ചു. അത് ഏതായാലും വളരെ നന്നായി. എനിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെ തമാശകളാണ് നമ്മുടെ രാജ്യത്ത് നടത്തുന്നത്.